സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹംപിയിലേക്കുള്ള ആദ്യ യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുതിരാൻ ടണലിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റോഡുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഹൈവേ ഇനിയുള്ള യാത്രയിൽ തന്നെ അത്യാവശ്യം നല്ല റോഡുകളാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ ഹംപി എക്സ്പ്രസ് വേയിൽ കയറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹൈവേസിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പം നമ്മൾ തൃശ്ശൂരിലെ ശ്രീ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന വിഷ്ണുമായ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ അവിടെ നിന്ന് നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഊട്ടിയിൽ നിന്ന് മുതുമല ഫോറസ്റ്റ്, ഊട്ടിയിൽ നിന്ന് നമ്മൾ ബന്ദിപ്പൂർ വഴി മൈസൂർ ഹലിബേഡു, അങ്ങനെയാണ് നമ്മുടെ യാത്ര. ഹലിബേഡു അങ്ങനെ കുറേ ആർക്കിയോളജിക്കൽ സൈറ്റുകളെല്ലാം കണ്ട് അവിടുന്ന് നമ്മൾ ഹംപിയിലേക്ക് പോയി ഹംപി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് ഈ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊരു ഏകദേശം 23 കിലോമീറ്ററോളം നമ്മൾ അകത്തോട്ട് ഉൾവഴികളിലൂടെ, നല്ല റോഡുകളാണ്, ഉൾവഴികളിലൂടെയാണ് നമ്മൾ ഈ പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്തെത്തുന്നത്. പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹൈവേയിൽ നിന്ന് നമുക്കൊരു ടേൺ എടുത്ത് നമുക്ക് അവിടേട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 23 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇത് കാണുന്നത് സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ് തൃശ്ശൂരിലുള്ളത്. അതിമനോഹരമായ ഒരു ചർച്ചാണ്. ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കണ്ടപ്പോൾ നിർത്തിയൊന്ന് വീഡിയോ എടുത്താണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 23 കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ തൃശ്ശൂർ ഹൈവേയിൽ നിന്ന് നമ്മൾ നേരെ ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിമനോഹരമാണ്. രണ്ട് സൈഡും പാടങ്ങളും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്നത്. ഇതൊരു ഒരു കുടുംബത്തിൻ്റെയാണ്. ശ്രീ വിഷ്ണുമായ സ്വാമിയെ പെരിങ്ങോട്ടുകര ഗ്രാമത്തിൽ എത്തിച്ച ആദ്യ ഭക്തനായ പരമാചാര്യ വേലുമുത്തപ്പ സ്വാമികളുടെ പുണ്യ ചുവടുകൾ പിന്തുടരുന്ന 5ാം തലമുറയാണ് ഇപ്പം ഇവിടെ താമസിക്കുന്നത്. ഈ ക്ഷേത്രത്തെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ജാതി മതഭേദമന്യേ എല്ലാ ഭക്തരും ഇവിടെ എത്തുന്നതായിട്ടാണ് അറിയുന്നത്. കുടുംബക്ഷേത്രം അങ്ങനെ ഒരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ വേറെ കുറേ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിമനോഹരമാണ് ഈ ക്ഷേത്രം കാണാനും. ആ ക്ഷേത്രത്തിലേക്കുള്ള വഴി കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം മെയിൻ്റനൻസ് നടക്കുകയാണ്. ഇവിടെ ഇപ്പം ഈ റെനോവേഷൻ, അതായത് കുറേ ശില്പങ്ങളും അധികമായിട്ട് ഒരുപാട് ശില്പങ്ങളും ഒക്കെ ഇവിടെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റെനോവേഷൻ വർക്ക് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് കാണാനൊരു ബുദ്ധിമുട്ടുണ്ട്. അത്രയും ഭംഗി കാണില്ല. കാരണം വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ കമ്പികളും അതൊക്കെ വെച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ വെളിവശമാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വിഷ്ണുമായ ദേവസ്ഥാനത്തിൻ്റെ, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ വെളിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാഴ്ചകളിലേക്കൊന്ന് കാണുക. ഇത് നമ്മുടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ വെളിയിലുള്ള ശില്പങ്ങളാണ്. ശിവൻ്റെയും പാർവതിയുടെയും ഉണ്ട്, മുരുകൻ്റെ ഉണ്ട്, ഒരുപാട് ശില്പങ്ങൾ, ഗണപതി, ഒരുപാട് ശില്പങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു അതിമനോഹര സ്ഥലമാണ്. നല്ല രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. പിന്നെ ഇനി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ് അകത്തുള്ളത്. നമുക്ക് അകത്തോട്ട് പോകാം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ ഉത്സവം നടക്കുമായിരുന്നു. അപ്പം ഉത്സവത്തിൻ്റെ കുറച്ച് പരിപാടികളും ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അകം അതിമനോഹരമാണ്. അകത്തെ കാഴ്ചകളിലേക്ക് പോകാം.
അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു ഉച്ച ആയിട്ടുണ്ട്, ഒരു 12:30 1 മണി ആയിട്ടുണ്ട്. ഊട്ടി എത്തുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. അപ്പോൾ അവിടെ റൂം എടുത്ത് തങ്ങിയിട്ട് അടുത്ത ദിവസം ഊട്ടിയിലെ കാഴ്ചകളെ കണ്ടിട്ട് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി മൈസൂരിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം.